Hi children, this is 6th standard maths class. Today let us start a new chapter. The name of the chapter is ratio and proportion. നിങ്ങൾക്ക് അറിയാവുന്ന രണ്ട് ടേംസുകളല്ലേ, ലോവർ ക്ലാസ്സസ് മുതലേ പഠിച്ചൊരു ടേമാണ് റേഷ്യോ എന്താണെന്നും പ്രപ്പോർഷൻ എന്താണെന്നും അല്ലേ. Now let me explain the concept of ratio through an example. Okay, now look at here. First example is, what does mean by a ratio? ആദ്യം ratio എന്താന്ന് നോക്കാം. Ratio means comparing two quantities of the same kind by division. ഡിവിഷനിലൂടെ രണ്ട് ക്വാണ്ടിറ്റീസിനെ നമ്മൾ കമ്പയർ ചെയ്യുന്നതാണ് എന്താ റേഷ്യോ എന്ന് പറഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ ലുക്ക് അറ്റ് ഹിയർ, ഫാദേഴ്സ് വെയിറ്റ് ഡിവൈഡഡ് ബൈ ഇഷാസ് വെയിറ്റ്. കണ്ടോ, രണ്ട് ക്വാണ്ടിറ്റീസ് സെയിം ക്വാണ്ടിറ്റീസ് ആണ്, അവരെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ കമ്പയർ ചെയ്യാൻ പോവാണ് ഡിവിഷനിലൂടെ. 75 ആണ് വെയിറ്റ്, ഫാദേഴ്സ് വെയിറ്റ് is 75, ഇഷാസ് വെയിറ്റ് is 25. And when we reduce this fraction to its lowest form, the answer is 3/1. അതിൻ്റെ റെഡ്യൂസ്ഡ് ഫോം ആണ് 3/1. A/B ഫോമിലല്ലേ നിൽക്കുന്നത്. അപ്പോൾ റേഷ്യോയിലേക്ക് നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ ചെയ്യാം, 3:2, രണ്ട് ഡോട്ട് ഇടും അല്ലേ, 3:1. This means that father's weight is thrice of Isha's weight, അല്ലെങ്കിൽ 3 times of Isha's weight, and the ratio is 3:1. But this is not equal to 1:3. ഒരിക്കലും 3:1 എന്തായില്ല 1:3ക്ക് ഈക്വൽ ആവില്ല. വൈ? കാരണം എന്താ, ഇത് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഓർഡർ ഓഫ് ടേംസുകൾ ചേഞ്ച് ചെയ്യണം. ഓക്കെ, ഇതിൻ്റെ റേഷ്യോ ആണ് 3:1 എന്ന് പറയുന്നത്, ഇതിൻ്റെ റേഷ്യോ ആണ്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 1:3. അപ്പോൾ 1:3 എന്ന് പറഞ്ഞ റേഷ്യോ വരണം എന്ത് ചെയ്യണം, ഇതിൻ്റെ ഓർഡർ ഓഫ് ടേംസ് മാറ്റി നോക്കുക. That is, Isha's weight is 25, father's weight is 75, and the fraction, reduced form of this fraction is 1/3, and the ratio is 1:3. കണ്ടോ, അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് മനസ്സിലാക്കാം 3:1 ഒരിക്കലും 1:3 ആവില്ല. റേഷ്യോ ഓൺലി ചേഞ്ച് വെൻ ദ ഓർഡർ ഓഫ് ടേംസ് ആർ ചേഞ്ചിങ്. ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് റേഷ്യോ എന്താണെന്നും അതിനെക്കുറിച്ചുള്ള കുറച്ച് പ്രോബ്ലംസ് മാത്രമേ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ, സോ ഇൻ ജനറൽ യു ക്യാൻ റൈറ്റ് ദ റേഷ്യോ ഹാസ് A/B form which is equal to or has A:B. A is the first term and B is the second term. ഇതാണ് അതിൻ്റെ എന്ത് റേഷ്യോ. ക്ലിയർ? നോക്കാം. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നോക്കാം. ഇൻ എ ക്ലാസ് there are 20 boys and 40 girls. What is the ratio of number of girls to total number of students? Second one, find the ratio of number of boys to total number of students. ആദ്യം നോക്കുക, ഗേൾസിന് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിലേക്കുള്ള റേഷ്യോ. ഗേൾസ് എത്രയുണ്ട്, ഇറ്റ് ഈസ് 40. സോ 40 ഡിവൈഡഡ് ബൈ, റേഷ്യോ കമ്പയർ ചെയ്യുമ്പോൾ ഡിവിഷൻ അല്ലേ. ദെൻ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇറ്റ് ഈസ് 20 + 40, ഇറ്റ് ഈസ് 60. ഇതാണ് റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ഗേൾസ് ടു ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ഇനി നമുക്ക് ഇതിന് എന്ത് ചെയ്യാം, ഷോർട്ട് ചെയ്യാം. ഇത് രണ്ടും കട്ട് ചെയ്ത് പോവും, 0 0, ആൻഡ് ദ റെഡ്യൂസ്ഡ് ഫോം ഇസ് 2/3. ദെൻ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 2:3. This is the ratio. For first one, the ratio of number of girls to total number of students is 2:3. Okay, same manner you can find the ratio of B. B ഏതാണ്, number of boys to total number of students. Boys is given as 20 and total number of students is given as 60, and cut 2 zeros, 1/3. The reduced form is 1/3. And what's the answer? 1:3. കണ്ടോ, 20 ബോയ്സും ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് 20 + 40, ഇറ്റ് ഈസ് 60. അപ്പോൾ ഇതിനെ കട്ട് ചെയ്താൽ 1/3 ആൻഡ് ദ റേഷ്യോ ഇസ് 1:3. എന്ത് ഈസിയാന്ന് നോക്കിയേ. ഇത് ഇങ്ങനെയാണ് നമ്മളൊരു റേഷ്യോൻ്റെ ഫോമാറ്റ് ഒരു ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുന്നത്. ഓക്കെ, നൗ ലെറ്റ് us do another problem. You can hear, length of a pencil is 18 centimeter. Here the length is given as 18 centimeter. And its diameter is 8 millimeter. Okay, diameter എത്ര തന്നിട്ടുണ്ട്, 8 millimeter ആണ് തന്നിരിക്കുന്നത്. And you want to find the ratio of the diameter of the pencil to that of its length. അതായത് ഡയമീറ്റർ നിന്ന് ലെങ്ത്തിലേക്കുള്ള റേഷ്യോ ആണ് കണ്ടത്. അപ്പോൾ നോക്കുക, എപ്പോഴും നമ്മളൊരു റേഷ്യോ കാണണമെങ്കിൽ സെയിം യൂണിറ്റ്സ് ആയിരിക്കണം വേണ്ടത്. ഇവിടെ ഡിഫറെൻറ്റ് യൂണിറ്റ്സ് അല്ലേ, അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. സോ ഫോർ ദിസ് യു വാണ്ട് ടു മേക്ക് ദ യൂണിറ്റ്സ് സെയിം. സെൻറ്റിമീറ്ററിന് എന്ത് ചെയ്യണം, മില്ലിമീറ്ററിലേക്ക് ആക്കണം. അപ്പോൾ 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മില്ലിമീറ്റർ ആണ്, ഇറ്റ് ഈസ് 10 millimeter. ഓക്കെ, സോ 18 സെൻറ്റിമീറ്റർ മീൻസ് ഇറ്റ് ഈസ് 18 × 10 millimeter, and the answer is 180 millimeter. ഇപ്പോൾ നമ്മൾ ലെങ്ത്തിനെയും ഡയമീറ്ററിനെയും ഒരേ യൂണിറ്റിലേക്ക് കൊണ്ടുവന്നു.
then you can compare the ratio. That is, you want to find the ratio of diameter to length. Diameter in length lekana. But diameter in 8 ആണ്, divided by length means it is 180. Now ഇതിനൊന്ന് reduce ചെയ്താൽ ഏത് ഫോമിലേക്കാണ് പോകുന്നത്? It is 2/45. Okay, 2 into 4 8 45 into 4 180 ആണ്. So the reduced form is 2/45 and the ratio is 2:45. Same units വന്നാൽ മാത്രമേ ratio compare ചെയ്യാൻ പറ്റുള്ളൂ. So this is the ratio 2:45. Clear? ഇങ്ങനത്തെ കുറേ ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾ ടെക്സ്റ്റിലുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഓരോന്നാണ് ഞാനിവിടെ സെലക്ട് ചെയ്ത് കാണിച്ചു തരുന്നത്. Third one is give two equivalent ratios of 3:5. Here you want to find the equivalent ratio. Equivalent ratio എന്ന് പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു ടേം അറിയാം, equivalent fractions എന്നുള്ളത്. അപ്പോൾ അതേ മാനറിൽ തന്നെയാണ് നമ്മൾ equivalent ratioയും കാണുന്നത്. Here you want to find the equivalent ratio of 3:5. For this you want to write this 3:5 in a fraction form. That is 3/5 എന്നുള്ള fraction ഫോമിലേക്ക് എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ ദ സെയിം നമ്പർ. അപ്പോൾ ഞാൻ മുകളിലും താഴെ എന്ത് ചെയ്തു? 2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ആൻസർ 3 2s are 6 ഡിവൈഡഡ് ബൈ 5 2s are 10. എന്നിട്ട് എന്ത് ചെയ്യാം? അതിനെ റേഷ്യോയിലേക്ക് എഴുതാം. ദാറ്റ് ഈസ് 6:10. കണ്ടോ? ഇതിന് നമ്മൾ ഇനിയും ചെറുതാക്കിയ 3:5 തന്നെയാണ്. അതാണ് ഈ 3:5 ഒരു ഇക്വിവാലന്റ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ, ഇക്വിവാലന്റ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, വൺ മോർ എഗെയിൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ നമ്പറിനെ അടുത്ത നമ്പറിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ബോത്ത് സൈഡ്സ് ബൈ 3. ഇറ്റ് ഈസ് 3 into 3 9 ഡിവൈഡഡ് ബൈ 5 3s are 15 and that is equal to 9:15. This is the another equivalent ratio. വീണ്ടും നിങ്ങൾക്ക് കാണണമെങ്കിൽ 4നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, 5 മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഒരുപാട് ഇക്വിവാലന്റ് റേഷ്യോസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഓക്കെ, ക്വസ്റ്റ്യൻ മീൻ ചെയ്യുന്നത് യു വാണ്ട് ടു റൈറ്റ് 2 equivalent ratio. So the equivalent ratio of 3:5 are 6:10 and 9:15. Is this clear? Okay, now look at the next problem. Fill in the missing numbers. Here 14 divides by 21 is equal to, numerator is not there but the denominator is 3, which is equal to 6 by dash. Here you want to find the denominator. അപ്പോൾ നോക്കുക, 21 കൊണ്ട് ഏത് നമ്പർ ഡിവൈഡ് ചെയ്താലാണ് 3, അല്ലെങ്കിൽ 3നോട് ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താലാണ് 21? It is 7, right? So when I divide both sides by 7, താഴെ നിങ്ങൾ ഏത് നമ്പറാണോ ചൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മുകളിലോ താഴെ ഏത് നമ്പറാണോ ചൂസ് ചെയ്യുന്നത്, അത് തന്നെയായിരിക്കണം ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നിങ്ങൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ വെൻ ഐ ഡിവൈഡ് ബോത്ത് സൈഡ്സ് ബൈ 7, വാട്ട്സ് ദ ആൻസർ? 14 divides 7, ആൻസർ ഇസ് 2. ദാറ്റ് ഈസ് 2/3. ഇതാണ് ഫസ്റ്റ് ഇക്വിവാലന്റ്. ഓക്കെ, ഇനി നോക്കുക, 2നോട് എന്ത് മൾട്ടിപ്ലൈ ചെയ്താലാണ് 6 കിട്ടുന്നത്? ഇറ്റ് ഈസ് 3. So 2 into 3 gives 6. Multiply the denominator by the same number. 3 into 3 it is 9. 6/9. ഇങ്ങനെയാണ് മിസ്സിംഗ് നമ്പേഴ്സുകൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഇക്വിവാലന്റ് ഫ്രാക്ഷൻസ് ആണെങ്കിൽ അതിൻ്റെ റേഷ്യോയിലേക്ക് എഴുതിക്കൂടെ? 14:21, 2:3, 6:9. ഇതൊക്കെ എന്താണ്? ഇക്വിവാലന്റ് റേഷ്യോസുകളാണ്. This is clear, children? Okay. Now look at the next problem. In a year, Seema earns ₹1,50,000 and saves ₹50,000. Find the ratio of money she saves to the money she spent. Okay, save and spend lekkulla ratio ആണ് find out ചെയ്യേണ്ടത്. What all things given here? Earn is given as ₹1,50,000 and save is given as ₹50,000. Here first you want to find how much she spent. Spend ചെയ്തത് എത്രയാണെന്ന് കാണണം. ഏണും ഉണ്ട് സേവും ഉണ്ടെങ്കിൽ സ്പെൻഡ് കണ്ടുകൂടെ? സ്പെൻഡ് എങ്ങനെ കാണുന്നത്? ഇത് രണ്ടും മൈനസ് ചെയ്താൽ മതി. വാട്ട്സ് ദ ആൻസർ? ഇറ്റ് ഈസ് ₹1 lakh. ഓക്കെ, 1,50,000 മൈനസ് 50,000, ആൻസർ ഇസ് 1 lakh. സ്പെൻഡ് കണ്ടു. ഇനി എന്താ? ഇനി നമുക്ക് നേരെ റേഷ്യോ കാണാം. ഹിയർ യു വാണ്ട് ടു ഫൈൻഡ് ദ റേഷ്യോ ഓഫ് സേവ്സ് ടു the ratio of spend. സേവ് എന്നുള്ള സ്പെൻഡിലേക്കുള്ള റേഷ്യോ. സേവ് എത്രയാണ്? 50,000. ഓക്കെ, 50,000 ഡിവൈഡഡ് ബൈ സ്പെൻഡ് 1 lakh. 1 lakh. Cut 4 zeros from here.
റിമൈനിങ് എന്ന് പറയുന്നത് 5/10 മാത്രമല്ലേ. വാട്ട്സ് എ ഫ്രാക്ഷൻ? ഇറ്റ് ഈസ് 1/2 ആൻഡ് ദ റേഷ്യോ ഈസ് 1:2. എങ്ങനെയാണ് റേഷ്യോയിലേക്ക് കൊണ്ടുവരുന്നത്? ഓക്കെ, എന്തിലേക്കാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നോക്കുക. ഇല്ലാത്തൊരു കാര്യം ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ചിട്ട് റേഷ്യോ കാണാം. ദിസ് ഇസ് ക്ലിയർ ചിൽഡ്രൻ? സോ സച്ച് ടൈപ്സ് ഓഫ് ലോട്ട് ഓഫ് പ്രോബ്ലംസ് ആർ ദെയർ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. യു വാണ്ട് ടു ഡു ഇറ്റ്. ഓക്കെ, ഐ വിൽ ഗിവ് യു ദ ആക്ടിവിറ്റി. ടേക്ക് പേജ് നമ്പർ 251, എക്സസൈസ് 12.1. ഇത് റിലേറ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്, ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങൾ. ഓക്കെ, സോ താങ്ക് യു ചിൽഡ്രൻ.